ഇന്നും തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു. പിന്നെ രാവിലെ തന്നെ ഞാൻ കഞ്ഞി ഇട്ടിട്ടുണ്ടായിരുന്നു. കഞ്ഞിയൊക്കെ വെന്ത് വാർത്തു. ശേഷം പിന്നെ കുടിവെള്ളം തിളപ്പിക്കാൻ വെച്ചു. പതിമുഖമാണ് തിളപ്പിക്കുന്നത്. ആ ഒരു തടി ഉണ്ടായിരുന്നു, അത് ചീകി എടുത്ത് ചെറിയ ചെറിയ പീസാക്കിയാണ് ഇടുന്നത്. നല്ല കളറാണ്, ശകലം ഇട്ടാൽ മതി. ആ വെള്ളമാണ് ഇപ്പോൾ തിളപ്പിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ചവ. പിന്നെ രാവിലെ ഇന്ന് തെരണ്ടിമീൻ ഉണ്ടായിരുന്നു, അത് വറുക്കാൻ വേണ്ടി വെച്ചു. പിന്നെ താഴത്തെ വീട്ടിലെ ചേച്ചിയാണ് ആറ്റിപ്പോൾ തുണി അലക്കിയിട്ട് വരുന്നതാണ്. അവർക്ക് താഴെ അയ കെട്ടാനൊന്നും സൗകര്യമില്ലാത്തതുകൊണ്ട് ഇവിടെയാണ് കിട്ടിയേക്കുന്നത്. പിന്നെ വെയിലുള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഉണക്കിയെടുക്കാമെന്ന് തോന്നുന്നു. കാർമേഘം ഉണ്ട്, എന്നാലും ആകാശം തെളിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ ഞാനും എൻ്റെ കുഞ്ഞിൻ്റെ തുണിയെല്ലാം ഇട്ടിട്ടുണ്ട്. കുറേ തുണി ഉണ്ടായിരുന്നു. പിന്നെ നാപ്പീസ് അങ്ങനെ കുറേ തുണികളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് നിക്കറ്, ഉടുപ്പ്, പിന്നെ ചേട്ടായുടെ എൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറലോട്ടിട്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും. പിന്നെ രാവിലെ തന്നെ മേലൊക്കെ കഴിച്ച് ഇരുത്തിയതാണ്. കുഞ്ഞിനെ സ്വിച്ച് ബോർഡ് എടുത്തുകൊണ്ടാണ് കളിയെ. സ്വിച്ച് ഓണാക്കും, ഇടും, ബട്ടനെ പിടിച്ച് നിൽക്കുന്ന പരിപാടിയാണ് കാണിക്കുന്നത്. അങ്ങനെയൊക്കെ കുറച്ച് നേരമൊക്കെ ഇരുന്നോളും കേട്ടോ ഇപ്പം. പിന്നെ ഞാൻ മീനൊക്കെ വറുത്ത് മൂടി വെച്ചു. കറിയെല്ലാം മൂടി വെച്ചിട്ട് വന്നപ്പോഴത്തേന് കമന്ന് കിടന്നാണ് പിന്നെ പണിയായി. ഇപ്പം മെക്കാനിക്കാവും തോന്നുന്നു വലുതാകുമ്പം. എല്ലാ സാധനം ചേട്ടായുടെ പണി സാധനം എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുവേ. പിന്നെ ഞാൻ തൈരുണ്ടാക്കിയായിരുന്നു, മുളകും സവോളയൊക്കെ അരിഞ്ഞിട്ട്. അപ്പം അതും മൂടി വെച്ചു. ഇതൊക്കെ ഉച്ചക്കത്തേനാണ്. എൻ്റെ ഇടയ്ക്ക് ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അത് കഴിച്ചായിരുന്നു, ഉപ്പുമാവും പഴവും. പിന്നെ ഇത് മണി പ്ലാന്റ് ആട്ടോ, ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചങ്ങ് വെച്ചത്. പിന്നെ ഇവിടെ നോക്കിയാലും ഇപ്പോൾ ഈ പുഴുവാണേ. ഞാൻ ഇടയ്ക്ക് തോട്ടത്തിൽ വിറകിനൊക്കെ പോകുന്നത്, തോട്ടത്തിലാണ് അടുക്കത്തില്ല കേട്ടോ, റബ്ബറെ കൂടെ മൊത്തം ഇതുകൂട്ട് പുഴുവാണ്. ഇത് തൊട്ടാൽ ചൊറിഞ്ഞ് തടിക്കും. അയ്യോ, എനിക്ക് ഭയങ്കര പേടിയാണ് പുഴുവിനെ മാത്രം. സൂക്ഷിച്ചും കണ്ടൊക്കെയാണ് ഞാൻ വിറക് പെറുക്കാനൊക്കെ പോകുന്നത്. എങ്ങാനും തൊട്ടു ദേഹത്ത് കയറുകയെല്ലാം ചെയ്താൽ എൻ്റെ ഇടപാട് വരും. പിന്നെ ഫ്രണ്ടിലും കുറേ തുണിയൊക്കെ വീശിയിട്ടുണ്ടായിരുന്നു. ഏകദേശം എല്ലാം ഉണങ്ങാറായിട്ടുണ്ട് കേട്ടോ. ഇനി എപ്പോഴാണ് മഴ പെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. പിന്നെ ഞാൻ മേലൊക്കെ കഴുകിയിട്ട് വന്ന് മുടിയൊക്കെ ചീകി ഇന്ന് മേക്കപ്പ് ഇടുന്ന ഭാവമാണ് കാണുന്നത്. മുഖത്ത് വേറൊന്നും തേക്കുന്നൊന്നുമില്ല. കണ്ണു എഴുതി ഒരു പൊട്ടും തൊടും, പിന്നെ സിന്ദൂരം തൊടും കേട്ടോ. പിന്നെ ബട്ടർ ഗേളിൻ്റെ പെർഫ്യൂമാണ് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചത്. 2 ഉണ്ടായിരുന്നു, കോംബോ ഓഫർ മേടിച്ചായിരുന്നു. അപ്പോൾ ഒരെണ്ണം തീർന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ മണമാണ് അടിപൊളിയാണ്. എത്ര ദൂരം നിന്നാലും ഇതിൻ്റെ മണം അറിയാൻ പറ്റും. ചേട്ടായുടെ പണിക്കാരൊക്കെ ചോദിച്ചത് എന്നാ സെൻറ്റാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടായി പറഞ്ഞ വാട്ടർ ഗേളായിരുന്നു. ഇത് എൻ്റെയാണ്, ചേട്ടായാണ് അടിച്ചുകൊണ്ട് പോകുന്നത് മൊത്തം. ഞാൻ വീട്ടിലിരിക്കുമ്പോൾ അങ്ങനെ അടിക്കുന്നില്ല, പക്ഷെ ഇന്ന് തന്നെയാണോ കണ്ടപ്പോൾ അങ്ങ് അടിക്കാൻ തോന്നി. പിന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേന് ചോറിനാൻ വേണ്ടി ഇരുന്നു കേട്ടോ. കുഞ്ഞിനുണ്ടാകുന്ന സമയത്ത് കുഞ്ഞിൻ്റെ മീൻ അടിച്ച് മാറ്റാൻ നോക്കുവാണ്. ഞാൻ പിന്നെ കുഞ്ഞിക്കൈ തട്ടി മാറ്റി. എരിവാണ്, എൻ്റെ കണ്ണിലും മൂക്കിലെല്ലാം കൊണ്ട് തേക്കും. പിന്നെ ഞാൻ ചിരിച്ച ചോറ് അവന് വാരി കൊടുക്കുന്നുണ്ട്, തൈര് കൂട്ടി സൈഡിൽ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ല ചേട്ടായിക്ക് വയ്യാതിരിക്കാൻ, ചേട്ടായും ഉണ്ട്, ചേട്ടായും കഴിക്കുന്നുണ്ട്. പിന്നെ ഒന്ന് കടയ്ക്ക് പോയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോഴത്തേന്. പിന്നെ പാല് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പാലും പിന്നെ കടിയായിട്ട് വേറെ ഒന്നും മേടിച്ചില്ല. കുഞ്ഞിന് 2 മുട്ടായിയും പിന്നെ റസ്ക്കും ബിസ്ക്കറ്റൊക്കെ മേടിച്ചിട്ടുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല കേട്ടോ. എനിക്ക് എണ്ണപ്പലഹാരം അധികം കഴിക്കത്തില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ ഞാനൊന്നും മേടിച്ചില്ല ഇപ്രാവശ്യം. പിന്നെ പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി തുണി നോക്കുന്നുണ്ട്, മറിച്ചും തിരിച്ചു വിടണം, അല്ലെങ്കിൽ ഒരു വശം മാത്രമേ ഉണങ്ങത്തുള്ളൂ. കുഞ്ഞിൻ്റെ നാപ്പീസ് ഉണങ്ങിയെടുക്കാനാണ് ഭയങ്കര പാടെ. 7 ഉണ്ട്. പകലെല്ലാം പാമ്പേഴ്സ് കെട്ടിച്ചാൽ മുതലാകുകയില്ല. പിന്നെ നാപ്പീസ് കെട്ടിക്കാതിരിക്കാനും പറ്റും. നിക്കറൊക്കെ ഇട്ടാൽ കട്ടിലെ കൂടെ എല്ലാം കയറുന്നുണ്ട്, എല്ലായിടത്തും മുള്ളി വെക്കും. അതുകൊണ്ട് തന്നെ പകൽ ഉണ്ടെങ്കിൽ നാപ്പീസ് ഇരിക്കും, ഇല്ലെങ്കിൽ മാത്രമേ പാമ്പേഴ്സ് ഇടിക്കത്തുള്ളൂ. ഈ പാമ്പേഴ്സ് പറഞ്ഞ് ഇടിക്കുന്ന വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രം പാമ്പേഴ്സ് ഇടിച്ച് കൊടുക്കും കേട്ടോ, അല്ലെങ്കിൽ അവൻ പെട്ടെന്ന് എഴുന്നേക്കും. പിന്നെ ഞാൻ ഒരു കയ്യിൽ തന്നെ 2 കപ്പും കൂടെ കൊണ്ട് വെച്ചു ഡെസ്കിൽ. ചേട്ടാ സമയം കിടക്കുമായിരുന്നു. ഞാൻ പിന്നെ വിളിച്ചുകൊണ്ട് വന്നു, ചായയൊക്കെ കൊടുത്തു. പിന്നെ ഞാനൊരു റസ്ക് കഴിച്ചു കേട്ടോ, നല്ല അടിപൊളി ടേസ്റ്റായിരുന്നേ. പിന്നെ കുഞ്ഞിനെ എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഉറക്കമായിരുന്നു. പിന്നെ ഞാൻ ഒരു റസ്ക്കും പിന്നെ കുറുക്കിൻ്റെ ശകലം ഇരിപ്പുണ്ടായിരുന്നു ബാലൻസ്, അതും മിക്സ് ചെയ്ത് പാൽ ഒഴിച്ച് ചൂടാക്കി ഇളക്കി കൊടുത്തു കേട്ടോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പോയി ഞാനൊന്ന് മേല് കഴുകിയിട്ട് വന്നു. വിളക്കൊക്കെ വെക്കേണ്ടതുകൊണ്ടാണ്, മീൻ കൂട്ടിയതായതുകൊണ്ട്. പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരുങ്ങി ഒരു പൊട്ടും തൊട്ട് കണ്ണും ഒന്ന് എഴുതി. പിന്നെ പോൺസിൻ്റെ ക്രീമാണ്, ഇത് 10 രൂപ ക്രീമാണ്, സാമ്പിളാണ്. ഞാൻ ചുമ്മാ മണത്തിന് വേണ്ടി മേടിച്ചത്, പക്ഷേ നല്ല മണമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടം എൻ്റെ മണം. പിന്നെ എൻ്റെ ബോഡി ലോഷൻ എല്ലാം തീർന്നിരിക്കുവാണ്, ഇനി മേടിക്കണം. കോംബോ ഓഫർ കിട്ടും കേട്ടോ മീഷോയിൽ. 2 3 ഒക്കെ വെച്ചുള്ള ഓഫറൊക്കെ ഉണ്ട്, അതിൽ നിന്ന് മേടിക്കണം കേട്ടോ. എനിക്ക് നേരത്തെ ഞാനങ്ങനെ 3 മേടിച്ചായിരുന്നു. ഒരു ഫ്രൂട്ടീൻ്റെ, പിന്നെ ചോക്ലേറ്റ്, പിന്നെ ഒരു ഹണിയുടെ ഒക്കെ ഉണ്ടായിരുന്നു. അത് 3 എൻ്റെ തീർന്നു. പിന്നെ ഞാൻ ചുണ്ടിൽ ലിപ് ബാം തേക്കുന്നുണ്ട്, നല്ല മണമാണ്. സ്ട്രോബെറിയുടെ മണമാണ്, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. പിന്നെ കമ്പനി പേരൊക്കെ ഉണ്ടായിരുന്നു, എന്നാ ഹുദാ ബ്യൂട്ടിയുടെ ആണേ. പിന്നെ അതെല്ലാം എൻ്റെ മേക്കപ്പ് ബോക്സ് എടുത്ത് കളിക്കുന്ന സമയത്ത് അതെല്ലാം ചുരണ്ടി കളഞ്ഞു കേട്ടോ. അവൻ എൻ്റെ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോയി നശിപ്പിക്കലാണ് പ്രധാന പരിപാടി. പിന്നെ ഞാൻ തലയൊന്ന് ചൊവ്വിന് തോർത്ത് വേറൊരു തോർത്ത് വെക്കുന്നുണ്ട്, നനഞ്ഞ തോർത്ത് മാറ്റി ഉണങ്ങിയ തോർത്ത് വെക്കുക, അല്ലെങ്കിൽ തലയിൽ ഈർപ്പം നിന്ന് കഴിഞ്ഞാൽ പിന്നെ താരനും അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ കുളി കഴിഞ്ഞ ഉടനെ ഉണങ്ങിയ തോർത്തെടുത്ത് കെട്ടും കേട്ടോ. പിന്നെ ഫാനിൻ്റെ ചുവട്ടിൽ കാറ്റടിപ്പിച്ച് തലമുടി ഉണക്കി വെക്കും.
അല്ലെങ്കിൽ പിന്നെ ചേടാ കിട്ടും കേട്ടോ നനഞ്ഞിരിക്കുവാണെങ്കിലും. പിന്നെ രാവിലെ എഴുന്നേറ്റ് ഒരു വൃത്തികെട്ട മണമായിരിക്കും തലയ്ക്ക്. അതുകൊണ്ട് ഞാൻ മുടി എന്നെല്ലാം ഉണക്കി വെക്കും. പിന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായയും കുടിച്ചായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.